നടക്കാൻ ഇങ്ങോട്ട് വലിക്കുന്നോടാ ഇതിനെ. എന്താ പതിവില്ലാണ്ടൊരു കിടപ്പ്? മുഖം എന്താ വല്ലാതെ? കണ്ണൊക്കെ ചുവന്ന് പനിയുണ്ടോ? ഇല്ല, ഒരു ചെറിയ തലവേദന. അടുക്കള കയറി പുക കൊണ്ടിട്ടാ. അതെങ്ങനെ അവൻ പച്ച വിറകെ കത്തിക്കൂ. ആദ്യം ഈറനൊക്കെ ഒന്ന് മാറി കുറച്ചേരം സുഖമായിട്ട് കണ്ണടച്ച് കിടക്കുക. എന്നിട്ടും മാറിയില്ലെങ്കിൽ പൂവാങ്കുറുന്നലും കുരുമുളകും കൂടി പ്രയോഗമുണ്ട്. കുഞ്ഞിന് വരട്ടെ, അവനെ അതൊക്കെ അറിയൂ. കിടന്നോളൂ. പുളിശ്ശേരി പരമേട്ടനോട് ചോദിക്കേ. പരമേട്ടാ, പുളിശ്ശേരി എവിടെ? കുടിക്കാൻ കുറച്ച് വെള്ളം. കുറച്ച് വെള്ളം എന്താ? എത്ര നേരെ കുറച്ച് വെള്ളം ചോദിക്കാൻ തുടങ്ങിയിട്ട്? എന്താ ഇവിടെ കുറച്ച് വെള്ളം ചോദിച്ചു കേട്ടില്ലേ? മായമേ, എന്താ ആലോചിക്കണേ? ഓഹോ, ഇവിടെയാ വെള്ളം ചോദിച്ചേ. രസം, കുറച്ച് രസം വേണം. രസം
എത്ര നേരം രസം ചോദിക്കുന്നു? എന്താ ചോദിച്ചു, വെള്ളം അറിയാതെ ഒഴിച്ചു പോയി. എന്താ മായമേ? എന്താന്ന് പറ. ഫോണുണ്ടോ മനുഷ്യന് സൗകര്യം കെടുത്താണ്ട്? എന്താ ഉണ്ടായേ? ഒന്നുമില്ല എന്നൊന്നും പറയാൻ ഭാവിക്കണ്ട. ഇപ്പൊ കുട്ടിയുടെ ഉത്തരവാദിത്തം എനിക്കാ, അതുകൊണ്ടാ ചോദിക്കണേ. എന്താ ഉണ്ടായേ? ഞാൻ ഇവിടുന്ന് പോവാ. പോവേ? എങ്ങോട്ട്? എനിക്ക് പേടിയാവാ. ആരെ? എല്ലാരും. എന്നെയും പേടിയാണോ കുട്ടിക്ക്? മാഷ് മാത്രല്ലല്ലോ ഇവിടെ ഉള്ളത്. പിന്നെ എന്നോടൊന്നും ചോദിക്കരുത്. ഞാൻ കാരണം വഴക്കും വെക്കാനും ഒന്നും ഉണ്ടാവണ്ട. മായമ്മക്ക് എന്താ പറ്റിയത്? അതറിയുന്നില്ല ഞാൻ വന്നത്. നീ അവളെ എന്താ ചെയ്തേ? ഞാൻ എന്താ ചെയ്തേ? നീ അവളെ ഉപദ്രവിച്ചില്ലേ? ഇല്ല. മുഖത്ത് നോക്കി നുണ പറയാൻ തുടങ്ങിയില്ലടാ. നീ എന്തിനാ അവളേക്ക് തൊടാൻ പിടിക്കാനൊക്കെ പോയേ? ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യ ചോദിക്കണേ. അവനാരെങ്കിലും കാണണമെന്ന് ചെയ്തൊന്നുമല്ല. പുറകെ മുഖത്തേക്ക് പറടാ. തൊടുകയും പിടിക്കുകയൊക്കെ ചെയ്താ. വൃത്തികെട്ടവനെ, തോന്നുന്നു കാണിക്ക്. ചോദിക്കാനും പറയാനും ആരും നീ വിചാരിച്ചേ? എത്ര വേണമെങ്കിൽ അടിച്ചോ, എന്നാലും എനിക്കതിനെ ഇഷ്ടാ. എടാ, നിനക്ക് മാത്രം ഇഷ്ടായ മതിയോ? അവളോ? അത് നീ ചോദിച്ചോ? ചോദിക്കാതെ എനിക്കറിയാം. വെറുതെ തല്ലും. എന്താ ചോദിക്കാതെ എനിക്കറിയാം. എന്തറിയാം? ഇഷ്ടാന്ന്. എന്നിട്ടാണ് അവൾ ഊണ് ഉറക്കില്ലാണ്ട് രാപകലിൽ കരയണത്. അവൾ ഇവിടുന്ന് പോവാണെന്ന് നിന്നെയൊക്കെ പേടിച്ചിട്ട്. മായമ്മ അങ്ങനെ പറഞ്ഞോ? പിന്നെ പറയണ്ട. കുഞ്ഞുണ്ണി, കുഞ്ഞുണ്ണി, മായമ്മേ, ഇവിടുന്ന് പോവാണെന്ന് പറഞ്ഞോ? പറഞ്ഞോന്ന്? പറഞ്ഞു. എന്തിനാ പോണേ? എന്തിനാ പോണേ? എനിക്കറിയണം. എനിക്ക് പോണം തോന്നി. അതെന്തിനാന്നാ ചോദിച്ചത്? എനിക്കറിയാം എന്തിനാ പോണെന്ന്. എന്നെ ഇഷ്ടമില്ലാന്ന് പറഞ്ഞില്ലേ? ശല്യാന്ന് പറഞ്ഞില്ലേ? ഇല്ലേ? ഇല്ല. പറഞ്ഞു. മായമ്മ പറഞ്ഞതാ. മാഷ് കള്ളം പറയൂല. പറഞ്ഞില്ലേ മായമ്മ? ഇല്ലെന്ന് പറഞ്ഞില്ലേ? കള്ളം. ഇതാ കള്ളം. മഹാ കള്ളിയാ മായമ്മ. എന്നാ അതെ.
ചേമ്പ് പറിക്കാൻ പോട്ടാ. വേണ്ട. ഇന്ന് പറിക്കണമെന്ന് പറഞ്ഞിട്ട് വേണ്ട, എല്ലാം ചീഞ്ഞു പോട്ടെ. മഴ വരണേന് മുമ്പ് ഒന്ന് കടന്നു പോകുന്നുണ്ടെങ്കിലേ. ചായ. കുഞ്ഞുണ്ണി എന്താ വരാത്തെ? അതെ, ഇന്നലെയും കണ്ടില്ല. ഞാന് കൊറേ ശകാരിച്ചു, തല്ലുകയും ചെയ്തു. തല്ല്? എന്തിന്? പിന്നെ മായമയ്ക്ക് സൂര്യൻ തരട്ടിരുന്നാല്? എന്നാര് പറഞ്ഞു? മായമല്ലേ പറഞ്ഞത് പേടിയാവണു പോടുന്നൊക്കെ. അത് ഞാനങ്ങനെ ആരെയും ഉദ്ദേശിച്ച് പറഞ്ഞൊന്നുമല്ല. പിന്നെ ഞാൻ ചില പഴയ കാര്യങ്ങളൊക്കെ അമ്മയെ ഓർത്തിട്ടാ. അപ്പൊ കുഞ്ഞുണ്ണി? ഞാൻ മോശമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. എന്നോട് എപ്പോഴും സ്നേഹമായിട്ട് പെരുമാറിയിട്ടുള്ളൂ. എന്തിനാ സത്യം അറിയാതെ തല്ലാനും ശകാരിക്കാനും ഒക്കെ പോയേ? പാവം. ആർക്കും വേണ്ടാതെ കിടന്ന സ്ഥല ചുളുവലയിൽ കിട്ടിയപ്പോ വാങ്ങി. വെറും കാട്. ഈ മണ്ണ് കണ്ടത് കുഞ്ഞുണ്ണി വന്നേ പിന്നെ. അവനെ എനിക്ക് കിട്ടിയതും ഇവിടുന്ന് തന്നെയാ. കയ്യിലൊരു കാട്ടുമേനയും പിടിച്ച് ഒരു കറുത്ത കാടൻ ചെക്കൻ. മായമജല്ലേ. അപ്പൊ മാഷ് വരുന്നില്ലേ? ഞാനിപ്പോ വന്നാ ശരിയാവില്ല. മായമ ഒന്ന് സംസാരിച്ച് അവനെ ഒന്ന് മെഴുക്കിയെടുക്ക്. അപ്പോഴേക്ക് ഈ പണിയാളന്മാരെയൊക്കെ ഒന്ന് കണ്ടിട്ട് ഞാനങ്ങ് വരാം. ചെല്ലേ. ഒന്നിങ്ങോട്ട് നോക്കിക്കൂടെ? എന്തിനാ? നോക്കിയതിനും കനവ് കണ്ടതിനൊക്കെ തന്നല്ലോ. ഓർമ്മ വെച്ച നാള് മുതല് ഈ കാടും പച്ചയും മൃഗങ്ങളും മാത്രം ഉണ്ടായിരുന്നുള്ളൂ കൂട്ടിന്. ഇവിടുന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോയത് മാഷ. ആ മാഷ് തന്നെ തല്ലിയതിനല്ല, അത് മനസ്സിൽ പോലും കരുതാത്ത കാര്യത്തിനാണല്ലോ നോക്കുമ്പോഴാ വിഷമം. മാഷോട് ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. പറയുന്നു തോന്നുന്നുണ്ടോ? നിങ്ങളൊക്കെ വലിയ വലിയ ആളുകള്, ഞാൻ വെറും കാടൻ. ഇക്ക് കാടേ ചേരൂ. ഈ ആനയും പുലിയും മയിലും മയിലും ഒക്കെ അതിങ്ങ് സ്നേഹിക്കും, പക്ഷെ വിഷമിപ്പിക്കൂല. ഉണ്ണീട്ടിന് കാടുണ്ട്, കൂട്ടിന് ആനയും പുലിയും ഒക്കെ ഉണ്ട്. എനിക്കോ ആരുമില്ലാത്ത എനിക്ക് ആരെങ്കിലും ഒക്കെ ഉണ്ടെന്ന് തോന്നിയത് തന്നെ ഇവിടെ വന്നപ്പോഴാ. എന്നിട്ടെന്തേ മാഷ് തല്ലുതിൽ നൊന്തത് മായമ്മ അങ്ങനെ പറഞ്ഞപ്പോഴാ. മാപ്പ്, 100,000 മാപ്പ്. മായമ്മക്കറിയോ, ആദ്യം കണ്ടപ്പോ മുതല് മനസ്സ് നിറച്ച് ഈ മുഖവാ. കാട്ടില് പുന്നപൂത്ത് നിക്കണ പോലെ ഞാൻ കണ്ടു. ദേ ഇവിടെ
മായമ്മയുടെ സ്നേഹം കണ്ടപ്പോ അതെല്ലാം വെറുതെ ആയിരുന്നു. അല്ല, സത്യമായിട്ടല്ല. ഇഷ്ടേ ഉള്ളൂ. ഇഷ്ടപ്പെടാൻ വേറെ ആരുമില്ലേനു. ഭ്രാന്ത് പിടിച്ച ഒരമ്മയുടെ കൂടെ വളർന്ന എനിക്ക് എല്ലാത്തിനും പേടിയായിരുന്നു. പക്ഷെ ഉണ്ണീടിനെ കണ്ടപ്പോ, ഈ ധൈര്യവും ശക്തിയൊക്കെ കണ്ടപ്പോ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്കും കുറെ ധൈര്യം വന്നു, കുറെ മോഹങ്ങളും. എനിക്ക് ഉണ്ണീട്ടിനെ വേണം.